ഹലോ, നമുക്കിന്നൊരു അയലമീൻ പൊരിച്ചാലോ? അപ്പോൾ അയലമീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടികൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് നാരങ്ങാനീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. ശേഷം ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആവശ്യമാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. മസാലപ്പൊടികളെല്ലാം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം ഇത് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ എല്ലാത്തിലും നല്ലപോലെ മസാല പിടിച്ച് വരട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യവും കൂടി ഇല്ല, ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇവിടെ സമയം ഉള്ളത് കൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വശം മൂത്ത് വരട്ടെ. ശേഷം നമുക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുത്തു. നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതിനെ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.